കഴിഞ്ഞ ദിവസമേ നമ്മുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസമല്ല ഒരു 2 ആഴ്ചക്ക് മുമ്പ് ഞാൻ ഓയിൽ ഉണ്ടാക്കി കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. സ്റ്റിക്കർ പോലും ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു കുട്ടി വന്നിട്ട് എന്നോട് പറഞ്ഞു, ആൻറ്റി എനിക്കൊരു കുപ്പി ഓയിൽ വേണം, എനിക്ക് നല്ല ഡാൻഡ്രഫ് ഉണ്ട്, താരൻ്റെ നല്ല ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവളുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പോൾ അവൾ കാണിച്ചു തന്നു. മുഖം മുഴുവനും പിമ്പിൾസ് വന്ന് നിറഞ്ഞിരിക്കുന്നുണ്ട്. നെറ്റിയിലൊക്കെ ഇങ്ങനെ ചൂട് ഒരുപോലെ തരി പോലെ നിറയുന്നുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് ഭയങ്കര പ്രശ്നം, ചൊറിഞ്ഞിട്ടാണെങ്കിൽ ഒരു രക്ഷയില്ല, നല്ല ഹെയർ ഉള്ള കുട്ടിയാണ്. അപ്പോൾ ഈ കുട്ടി ഒരു 6-7 മാസത്തിന് മുമ്പ് എൻ്റെ കയ്യിൽ നിന്ന് ഒരു പ്രാവശ്യം ഓയിൽ വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടുള്ളതാണ്. അന്ന് അവൾക്ക് താരനല്ലായിരുന്നു പ്രശ്നം, ഹെയർ ഫോൾസ് ആയിരുന്നു. അപ്പോൾ അന്ന് അത് അവൾ ഉപയോഗിച്ച് അപ്പോഴത്തേക്കും അവൾക്കത് ആ ഒരു ബോട്ടിൽ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവളുടെ ആ ഹെയർ ഫോൾസ് നിന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ അവൾ ഉപയോഗിച്ചില്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കുന്ന കുട്ടിയാണ്, വീട്ടിലുള്ളവരെ ബുദ്ധിമുട്ടിക്കേണ്ടല്ല എന്നുള്ളൊരു ഇതുകൊണ്ട് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാകുമ്പോഴാണല്ലോ നമുക്ക് സ്വന്തം ഇഷ്ടത്തിലോടുകൂടി പലപ്പോഴും ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അവൾ അതൊക്കെ ഓർത്തിട്ടാണ് അവളത് നിർത്തിയത്. പിന്നെ വലിയ പ്രശ്നവും ഇല്ലെന്ന് അവൾ എന്നോട് കണ്ടപ്പോൾ പറയുകയും ചെയ്തു. ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് മോനെ എന്ന് വെച്ചപ്പോൾ നല്ല മുടി കൊഴിച്ചിലേ മാറി ആൻറ്റി എന്ന് തന്നെ അവൾ എന്നോട് പറഞ്ഞു. പിന്നെ ഞാൻ ഒന്നും ചോദിച്ചില്ല, വാങ്ങിക്കുക എന്നുള്ളത് അവരുടെ ചോയ്സാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ 6-7 മാസം കഴിഞ്ഞിട്ടാണ് ഇങ്ങനൊരു പ്രശ്നമായിട്ട് വന്നത്. അവൾ ഓയിൽ കൊണ്ടുപോയി ഉപയോഗിച്ച് ഒരു 2 ദിവസത്തിന് മുമ്പ് നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് ദേ ആൻറ്റി എൻ്റെ മുഖം കണ്ടാന്നാണ് ആദ്യം അവൾ പറഞ്ഞു നോക്കിയപ്പം ഫേസ് നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്ന കേട്ടോ. എന്താണ് നെറ്റിയിലുള്ള ചൂട് കുരു പോലെയുള്ള കുരുക്കൾ മാറി, മുഖത്തുള്ള വലിയ പിമ്പിൾസ് മാറി. അപ്പോൾ എന്നോട് പറഞ്ഞു ആൻറ്റി പറഞ്ഞ പോലെ തന്നെ ഞാൻ ഉപയോഗിച്ചത് ഓയിൽ ഒരു 10-20 മിനിറ്റ് നേരം നല്ലോണം തേച്ച് പിടിപ്പിച്ച് അത് കഴിഞ്ഞിട്ട് ബേബി ഷാമ്പിട്ട് തന്നെ 2-3 ദിവസം ഞാൻ അടുപ്പിച്ച് തന്നെ ഞാൻ തല വാഷ് ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് നല്ല വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവൾ എനിക്ക് ഹെയറും കാണിച്ച് സ്കാൽപ്പും കാണിച്ചു തന്നു. എന്നോട് പറഞ്ഞു കണ്ട ആൻറ്റി എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്, ഇനി ഞാൻ ഈ ഓയിൽ നിർത്തത്തില്ല, എനിക്ക് ഹെയർ നല്ലോണം കൊഴിഞ്ഞു പോയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ എനിക്ക് റിവ്യൂ തന്നിട്ട്, അപ്പോൾ അത് ഞാൻ അടുത്ത ദിവസം ഞാൻ ഇടാം. അപ്പോൾ എല്ലാവരോടും ഞാൻ പറയുന്നത് നമ്മുടെ മൂകാംബിക കാച്ചി എണ്ണ വാങ്ങിച്ച് നിങ്ങൾ ഉപയോഗിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന അറിവുകൾ തന്നെയാണ് ഞാൻ നമ്മുടെ ഓയിലിൽ ഉപയോഗിക്കുന്നത്. പിന്നെ വലിയ പാക്കിങ് ഞാൻ കൊടുക്കാറില്ല. ഞാൻ നമ്മുടെ ഓയിലിലോട്ടാണ് ഞാൻ അത്രയും ഗുണങ്ങൾ, ആ ഒരു ഗുണമാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വാങ്ങിച്ച് ഉപയോഗിക്കുക. അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞറിവുകളാണ് ഞാൻ എപ്പോഴും എല്ലാവരോടും പറഞ്ഞു കൊടുക്കാറുള്ളത്. ഈ കുട്ടിയോടും ഞാൻ പറഞ്ഞു മോനെ നല്ലോണം നീ വെള്ളം കുടിക്കണം നീ. അപ്പോൾ അവളെന്നോട് ഞാൻ വെള്ളം അധികം കുടിക്കാറില്ല ആൻറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ വെള്ളം നിങ്ങളെല്ലാവരും ഈ പറഞ്ഞാൽ ഞാനും അങ്ങനെ തന്നെയാണ് എപ്പോഴും ഞാൻ പറയണ പോലെ തന്നെ വെള്ളം നിങ്ങൾ ധാരാളം കുടിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക. ഇപ്പം ഞാൻ അടുത്ത ദിവസം തന്നെ എള്ളുണ്ട ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ അതും വാങ്ങിച്ച് കഴിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എള്ളൊക്കെ നല്ലതാണേ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മൂകാംബിക കാച്ചി എണ്ണയുടെ വിശേഷങ്ങൾ. എല്ലാവരും എനിക്ക് തരുന്ന ഈ പ്രോത്സാഹനത്തിനും സപ്പോർട്ടിനും എൻ്റെ ഈ വീഡിയോസ് കാണുകയും എന്നെ സഹിച്ച് കേൾക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും മരട് നെട്ടിൽ നിന്ന് എൻ്റെ എന്താ പറയണ ഇത് തന്നെ എൻ്റെ വിശേഷം കേട്ടോ. അപ്പോൾ എല്ലാവരും വാങ്ങിച്ച് ഉപയോഗിക്കാം. ഓക്കെ.